തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ നിൽക്കുന്നതെന്ന്. ഗൗരി എന്ന് പറഞ്ഞ ഹോട്ടൽ, ഗൗരി നന്ദന, നല്ല നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഹോട്ടലാണ്. ഈ ഹോട്ടൽ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവല്ലം, ട്രിവാൻഡ്രം തിരുവല്ലത്തിനും കോവളത്തിനും ഇടയ്ക്കായിട്ടാണ് വരുന്നത്. ഇത് കൊല്ലന്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. തിരുവല്ലത്തിനും കോവളത്തിനും ഇടയ്ക്ക് കൊല്ലന്തറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഗൗരി നന്ദന നല്ല നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഹോട്ടൽ. ഞാനിപ്പോൾ അതിൻ്റെ പാലം, നമ്മൾ റോട്ടിൽ നിന്ന്, ഇത് ഹൈവേ ആണ്, ഹൈവേയിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലോട്ട് കയറാൻ വേണ്ടി ഒരു തടി പാലമൊക്കെ ഇട്ട് നിർമ്മിച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഒരു മുളയൊക്കെ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മുളക്കുറ്റിയുടെ നടുക്കൂടി ഇങ്ങനെ തടിപ്പാലം, എല്ലാം നല്ല രസമുണ്ട്. എന്തായാലും ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ അങ്ങോട്ട് വായിക്കാം അല്ലേ. എന്താ, നെയ്മീൻ ഫ്രൈ, അയല ഫ്രൈ, ഞണ്ട് ഫ്രൈ, കണവാത്തോരൻ, പിന്നെന്താ ചെമ്മീൻ ഫ്രൈ, ഇടിയപ്പം, പത്തിരി, ഉറട്ടി, പാര ഫ്രൈ, കരിമീൻ ഫ്രൈ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും എൻ്റെ മത്സ്യ വിഭവങ്ങളാണ് അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം, കഴിച്ച് മനസ്സിലാക്കാം. നമസ്കാരം അല്ലേട്ടാ. നമസ്കാരം. ഇതാണ് അനിലേട്ടൻ, നമ്മുടെ കടയുടെ ഓണറാണ്. അല്ലേട്ടാ, എന്തൊക്കെ വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഒക്കെ കുറവാണ്, എന്നാലും ചില ദിവസങ്ങളിൽ നല്ല നടക്കും. നടക്കുന്നു. ചില ദിവസം നല്ല നടക്കുന്നുണ്ട്, ചില ദിവസം കുറവാണ്. എന്നാലും ബുദ്ധിമുട്ടില്ല. പിന്നെ നാടൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിറകിലൊക്കെ ആണ് ഉണ്ടാക്കുന്നത്, ഉള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. അറിയുന്നവർ വീണ്ടും വരും. പിന്നെ അറിഞ്ഞറിഞ്ഞും വരും. അങ്ങനെ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, നല്ല ഇങ്ങനെയൊക്കെ ഓടുമേഞ്ഞ് മുളയൊക്കെ വെച്ച് തടിയൊക്കെ വെച്ച് ചെയ്ത് ഇത് ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോ തന്നെ നമ്മുടെ ടേബിളിൽ കൂജ, വെള്ളത്തിന് കൂജ, മൺകലമൊക്കെ വെച്ചത്. ശരി, എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വലിയ രീതിയിൽ ഒരുപാട് പണിക്കാരൊക്കെ വെച്ച് ചെയ്ത ഒരാളാണ്. ഗ്യാസിലൊക്കെ മറ്റുള്ള ചൈനീസ് ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എൻ്റെ ഒരു കൊച്ചു രീതിയിലുള്ള കാര്യം, എൻ്റെ അമ്മ നമുക്ക് കാർച്ചട്ടിയിലൊക്കെ ആഹാരം തന്നിട്ടുള്ള കാര്യം എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഓർത്ത് മൺചട്ടി, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുന്നതല്ല, വലിയ മൺകാലത്തിൽ പിന്നെ രാമച്ചം കെട്ടിയിട്ടിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് ഒഴിച്ച് വെച്ചിരിക്കും. അത് തണുത്തിരിക്കും. അത് പിന്നെ ആൾക്കാർ വരുമ്പോൾ പൂജയിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ. പിന്നെ മറ്റുള്ള ആഹാരങ്ങൾ കഴിയുന്നതും 99% പിന്നെ വിറക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് പെട്ടെന്ന് പോകണം എങ്കിൽ മാത്രമേ ഗ്യാസിലുണ്ടാക്കത്തുള്ളൂ. അല്ലാതെ വിറകിലാണ്, അടുപ്പാണ്, അങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാക്കുന്നത്. പാത്രമാണ് ഞാൻ കാണിച്ചു തരാം. വലിയ ഉരുളി, മരവി എന്ന് പറയും പണ്ടുള്ളവർ. ഇപ്പോൾ ഉള്ള കുട്ടികൾ, എൻ്റെ മക്കൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല, എന്നാലും മരവി എന്ന് പറയും. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പക്ഷേ വലിയ രീതിയൊക്കെ പോയപ്പോൾ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ജീവിതത്തിന്. എന്നാലും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല വരുന്നവർ നല്ല തൃപ്തിയായിട്ട് പോകും. മറ്റേത് അജനമോട്ട ഇട്ട്, മറ്റേ ചുവന്ന കളറിട്ട്, മഞ്ഞ കളറിട്ട്, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ കേൾക്കണ്ട. കോർപ്പറേഷൻകാർ ശല്യം ഇല്ല. എന്ന് പറഞ്ഞാൽ ആര് വന്നാലും നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് കറണ്ട് പോലും ഇല്ല. നമ്മളെ കറണ്ടില്ല, പിന്നെ തീയില്ല, പൈപ്പില്ല, ഒന്നുമില്ല. എല്ലാം നമ്മൾ തൊട്ടടുത്ത് പൈപ്പുണ്ട്, എല്ലാം എടുത്ത് വെച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്തു പോകുന്നു. ഈ യഥാർത്ഥമായിട്ട് മുമ്പ് പൈസ ഉണ്ടായിരുന്നു, മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൈസയില്ല, മനസ്സമാധാനം കുറവാണ്. എന്നാലും സാമ്പത്തികമായിട്ട് മനസ്സമാധാനം കുറവെങ്കിലും ബാക്കിയുള്ള കാര്യത്തിൽ നല്ല ഇത് സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ച് കസ്റ്റമർ വന്നാലും അവർ നന്നായിട്ട് കഴിച്ചിട്ട് വലിയ തലക്കറി, അങ്ങനെയുള്ള രീതിയിലൊക്കെ തലക്കറി, പാര, ഞണ്ട് ഫ്രൈ, ഞണ്ട് ഫ്രൈ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള. കാരണം ഞണ്ട് റോസ്റ്റ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞണ്ട് കറിയുണ്ട്, ഞണ്ട് ഫ്രൈ ഉണ്ട്, ഞണ്ട് ഫ്രൈയും ഉണ്ട്. അത് എനിക്ക് നേരത്തെ ഉണ്ട്, ആരും വരാത്തതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ്. അങ്ങനെ എല്ലാ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. വരുന്ന ആൾക്കാർ ആരും നമ്മൾ പരാതി പറയാറില്ല. ആരും പറയില്ലെന്നല്ല, 100 രൂപ 10 പേരെങ്കിലും പറയാം. അത് മറ്റുള്ള ഹോട്ടലിനല്ല, വീട്ടിലായാലും അങ്ങനെ ഉണ്ടാവും. അത് തുറന്ന് നമ്മൾ പറയാം. പക്ഷേ എന്താ, ചിലപ്പോൾ ഒരാൾക്ക് ഉപ്പ് വേണ്ട, ചിലപ്പോൾ പുളി വേണ്ട, മറ്റുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റവും കുറവുണ്ടാവും. ചിലവർക്ക് ഇത്തിരി മീൻ വാടിപ്പോയി, അങ്ങനെ. ഇത് മീനൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. എന്നാലും കഴിയുന്നതും വിഴിഞ്ഞം കടപ്പുറത്ത് ചെന്നാലും മായം ഉണ്ടാവും. എന്നാലും പിന്നെ കഴിയുന്നതും ഡയറക്റ്റ് പോയി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം. പിന്നെ കരിമീനും ഞണ്ടൊക്കെ വരുമ്പോൾ 99% നമ്മൾ തിരുവല്ല ആറ്റിൽ നിന്ന്, വലക്കാറ്റിൽ നിന്ന് തന്നെയാണ്, ജീവനോടെ തന്നെയാണ് വാങ്ങുന്നത്. ജീവനോടെ തന്നെയാണ് കഴിയുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ല, കച്ചവടം ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കൊച്ചി കച്ചവടം കുറവ്, സാമ്പത്തികമാണ്, പിന്നെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേർക്ക് കാശുകൾ കൊടുക്കാനും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു കാര്യത്തിലൊന്നും ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് വന്ന് തുറന്നാൽ മതി, നേരത്തെ പൂട്ടിയിട്ട് പോവാം. ഒരുപാട് കാര്യങ്ങൾക്ക് സമാധാനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്തോഷമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോവുകയാണ്. മക്കളെ കൊണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്. എത്ര നാളായി നമ്മൾ ഈ കട തുറന്നിട്ട് കുറേ നാളേ ആവുള്ളൂ. അല്ലാതെ ഈ കട തുടങ്ങിയിട്ട് എത്ര നാളാന്ന് ചോദിച്ചാൽ 10-18 കൊല്ലത്തിൽ കൂടുതലായി. ഈ കട തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. നല്ലൊരു സംതൃപ്തി ഉണ്ടല്ലേ? അത് അങ്ങനെയല്ലേ ഉള്ളൂ. അതിലെ കാശ് പോയപ്പോൾ മറ്റുള്ള സന്തോഷം കിട്ടി, കാശുണ്ടായിരുന്നപ്പോൾ മറ്റുള്ള സമാധാനം കുറവായിരുന്നു. ഒന്നും നഷ്ടപ്പെട്ടാണല്ലോ മറ്റേ കിട്ടുക. അങ്ങനെയുള്ളൂ. അല്ലാതെ
ഇത് ശരിക്കും എന്താ എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ അനിയൻ കൂടെ ഉണ്ട്. പേരണ ലെനിൻ അല്ലേ? ഞാൻ അത്യാവശ്യത്തിൻ്റെ അവിടെ സഹായിക്കാറൊക്കെ ഉണ്ട്. പിന്നെ കൂടെ വരും, എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളു. അവനവൻ്റെ പരിപാടിയുണ്ട്, നമ്മളെ കാര്യങ്ങളുണ്ട്. പിന്നെ കുടുംബം വേറെ, വീട് വേറെ, അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടെ അകലമുണ്ട് വീടിന്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള നമുക്ക് അങ്ങോട്ട് പോയി കാണിച്ചതാ. തീർച്ചയായിട്ടും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മളെ കടയിൽ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും വരുന്നവരാണ്. ആണല്ലേ? പബ്ലിസിറ്റി ഇല്ല. ആ എല്ലാം തുറന്ന് ശുദ്ധമായിട്ട് അങ്ങ് സംസാരിക്കുക എല്ലാവരും. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ കുറച്ച് കറികൾ ഇങ്ങനെ കണ്ടു. ഇപ്പൊ നമ്മള് ഞണ്ട് കറി അല്ലേ? ഞണ്ട് കറി. ഇത് ചിക്കൻ പെരട്ട്. ചൂട് പറക്കണ നോക്ക്, ആവി പറക്കണ നോക്ക്. ജസ്റ്റ് തൊട്ടപ്പോഴത്തേക്കും മീൻ കറി. എല്ലാം എന്താ ചിരട്ട, കുഞ്ഞു ചിരട്ടയുടെ തവി. കുഞ്ഞു ചേട്ടൻ അത്രമാത്രം ഉരച്ച് പാടുപെട്ടാണ് ഇത് ഉണ്ടാക്കിയത്. മൺചട്ടി തന്നെ. ഇത് നമ്മുടെ സാധാരണ തക്കാളി കറി. എല്ലാം ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി അകത്തോട്ട് പോവാം. അധികം നമുക്ക് വൈകിക്കണം. തലക്കറി റെഡി ആയതുകൊണ്ട് ആവുന്നുണ്ട്. തലക്കറി ഇത് റെഡി ആയതാണ്. ഇത് നെമ്മീൻ തലയാണ്, റെഡി ആയതാണ്. ഇനിയിപ്പോ നമുക്ക് ആക്കാനുണ്ട്. നമുക്കുണ്ടല്ലേ? നമുക്കുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് തലക്കറി. പിന്നെ അടുത്തത് ഞണ്ട് ഫ്രൈ. പിന്നെ ബെസ്റ്റ് എന്ത് വേണോ ഉണ്ട്, എന്തും ഉണ്ട്. നമുക്ക് ഭാഗ്യമെല്ലാം ഉണ്ട്.